ഹായ് ചങ്കുകളെ, എല്ലാവർക്കും മെഫ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ചേർത്ത് കുറുകിയ ചാറോട് കൂടിയ ഒരു മീൻ കറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഇനി നിങ്ങൾ മീൻ മേടിക്കുമ്പോൾ ഒരു തവണ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും, സമയവും ലാഭിക്കാം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ എന്നും അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് ആ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. കുക്കിങ്ങിൽ എക്സ്പേർട്ട് അല്ലാത്തവർക്കും ബാച്ചിലേഴ്സിനും സവാളയോ വെളുത്തുള്ളിയോ വയറ്റാതെ പെർഫെക്റ്റായിട്ട് കുറുകിയ ചാറോട് കൂടിയ മീൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതിനാവശ്യമായ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാളംപുളിയോ കുടംപുളിയോ യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങൾ കുടംപുളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഫുൾ കുടംപുളിയുടെ പകുതി എടുത്തിട്ട് 3-4 പീസാക്കി കട്ട് ചെയ്ത് കഴുകിയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായി ഒരു മൺചട്ടി എടുത്ത് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിക്കും മുമ്പ് തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് 10-12 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൺചട്ടി ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വറുത്തെടുക്കുന്നത് അതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഏകദേശം 1 മിനിറ്റ് കൊണ്ട് മുളക് പൊടിയൊക്കെ ചൂടായി കിട്ടും. ഇപ്പോൾ ഇവിടെ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നല്ല ചൂടായി വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുഴുവനും ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമ്മൾ വറുത്തെടുത്ത മസാലയൊക്കെ നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് അതരച്ചെടുക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി അതേ മൺചട്ടി അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉലുവ ചുമന്ന് വരുന്നതിന് മുമ്പായിട്ട് തന്നെ അതിലേക്ക് 1 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് എരിവ് കുറഞ്ഞ 3 പച്ചമുളക് നെടുവേ കീറിയതും കൂടെ ചേർത്ത് ഒരു മീഡിയം സൈസ് തക്കാളി അത്യാവശ്യം വലിപ്പത്തിന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കിയെടുക്കാം. 30 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ഞവിടി പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതാ പുളി വെള്ളം ഇതുപോലെയൊക്കെ തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറിലിരിക്കുന്നതിനും കൂടെ കിട്ടാൻ വേണ്ടി 1 കപ്പ് വെള്ളം ജാറിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിയുടെ അളവ് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ മീൻ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസാവാതെ കുറുകിയ മീൻ കറിയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ സമയം എരിവും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പുളി കുറവാണെങ്കിൽ ഒരു സ്വല്പം പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. എരിവും കുറവാണെങ്കിൽ
ഒരു ഫ്രൈ പാനിൽ ഒരല്പം മുളക് പൊടി ഒന്ന് ചൂടാക്കി ഒരു വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചാൽ മാത്രമേ മീൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് 3 അയലയാണ്. ഏകദേശം 600 ഗ്രാം വരും. ഇതുപോലെ ചെറിയ പീസാക്കി ഇടുമ്പോഴായിരിക്കും കറിക്ക് കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. ഈ കറിക്ക് മീൻ എടുക്കുമ്പോൾ കുറഞ്ഞത് 700 ഗ്രാമെങ്കിലും ആവശ്യമാണ്. എന്നാലേ ആ കറിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുഴുവനായിട്ടും അയല ഇട്ട് കൊടുക്കണമെങ്കിലും അങ്ങനെയും ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ പൊങ്ങിക്കിടക്കുന്ന മീനൊക്കെ ആ ഗ്രേവിയിലേക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുത്തിട്ട്, അതുപോലെ തന്നെ മീൻ ഇട്ടാൽ ഒരുപാടിട്ടൊന്ന് ഇളക്കിക്കളയരുത്, മീൻ പൊടിഞ്ഞതിൻ്റെ പാട്ടിന് പോകും. നിങ്ങൾ മുഴുവനായിട്ട് അയല ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ഒന്ന് വരഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. മീൻ എപ്പോഴും പീസാക്കി ഇടുമ്പോഴായിരിക്കും അതിൽ ഉപ്പും എരിവും പുളിയൊക്കെ പിടിച്ച് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് അടപ്പെടുത്ത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നിന്നും അല്പം കൂട്ടി 10 മുതൽ 12 മിനിറ്റ് വരെ ഒന്ന് ചെറു തീയിൽ കുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഈ മീൻ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. തക്കാളിയോ സവാളയോ വഴറ്റി സമയവും കളയണ്ട. ഇപ്പോൾ ഇവിടെ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്നു നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം എടുത്ത് ചുറ്റിച്ചെടുക്കാൻ മറന്നു പോകരുത്. ഒരു കാരണവശാലും മീൻ തവിയോ സ്പൂണോ വെച്ച് ഇളക്കി കൊടുക്കരുത്. ഇനി നമുക്ക് കുറവുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ ചുറ്റിച്ചെടുത്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കറക്റ്റ് പരുവത്തിന് മീനൊക്കെ വെന്ത് ഗ്രേവിയൊക്കെ കുറുകി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും പരുവത്തിന് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുമ്പോൾ മൺചട്ടി ആയതുകൊണ്ട് അത് തണുത്ത് വരുമ്പോൾ കറക്റ്റ് ഗ്രേവിക്ക് കുറുകി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കരിവേപ്പിലയും 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് അടപ്പെടുത്ത് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇതാ നോക്കിയേ, നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രേവിയിൽ ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതാ നോക്കിയേ, കാണാനെന്ത് മനോഹരമെന്ന്. കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ബാച്ചിലേഴ്സിനും കുക്കിങ്ങിൽ അത്ര എക്സ്പേർട്ട് അല്ലാത്തവർക്കും ഇത് ഒരു തവണ നിങ്ങൾ തയ്യാറാക്കി നോക്കേണ്ടതാണ്. അടിപൊളി ടേസ്റ്റാണ്. നല്ല കുറുകിയ ചാറോട് കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതിലും നല്ല കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മഫിൻ. ബായ് ബായ്.